ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ 30-ാം തീയതി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വേറൊരു സ്പെഷ്യൽ ദിവസം കൂടിയാണ് ജോബിച്ചൻ്റെ പപ്പയുടെ, ഞങ്ങളുടെ അപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് ആഘോഷിക്കണമെന്ന് വിചാരിക്കുകയാണ്. രാവിലെ തൊട്ട് പരിപാടികൾ നടക്കണതാണ്. പക്ഷെ ഇപ്പോഴാണ് ഒരു ഓർമ്മ വന്നത്, കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊരു വീഡിയോ എടുക്കാം, കണ്ടുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പം അങ്ങനെ. പിന്നെ ഇതെൻ്റെ ബർത്ത്ഡേ ഡ്രസ്സാണ്. ബർത്ത്ഡേ ഇടദിവസമായ കാരണം ഓഫീസിലൊന്നും പോകാനില്ലാത്ത കാരണം ബർത്ത്ഡേ കുപ്പായി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും സന്തോഷമുള്ളൊരു ദിവസമായി കാരണം ഞാനും എൻ്റെ ബർത്ത്ഡേ കുപ്പായൊക്കെ ഇട്ടിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ഈ മാസം എന്തായാലും ഞങ്ങൾക്ക് സ്പെഷ്യലാണ്, കാരണം ഇന്നിപ്പോൾ അവരുടെ വെഡ്ഡിങ് ഡേ ആഘോഷിക്കുന്നു. എൻ്റെ അപ്പയുടെ ബർത്ത്ഡേ ആണ്. ഇനി 17-ാം തീയതി ഏട്ടത്തിയുടെ ബർത്ത്ഡേ ആണ്. കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് വരുന്നത്. അതുപോലെ മെയ് 21-ാം തീയതി വല്യമ്മയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. മെയ് 25-ാം തീയതി എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. മെയ് 27-ാം തീയതി എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ മൊത്തത്തിൽ ഈ മാസം സന്തോഷമുള്ള ദിവസങ്ങളാണ്. കുറേ ആഘോഷങ്ങളുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഈ മാസം ഞാൻ പോയി കഴിഞ്ഞാൽ അടുത്ത മാസം ഇനി വരുള്ളൂ. അപ്പോൾ എനിക്കെല്ലാം മിസ് ചെയ്യും. എന്നാലും എല്ലാം കൂടി ഒന്നിച്ച് ഇന്നൊരു സെലിബ്രേഷനായിട്ട് വളരെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമായിട്ട്. ഇത് അപ്പയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഇവിടെയാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് അവരുടെ പപ്പയും മമ്മയും വരുമ്പോൾ കൊടുന്നതാണ്. ഇത് ഞങ്ങൾ അവർക്ക് വേണ്ടി മേടിച്ച് കൊടുത്തതാണ്. പക്ഷെ ഒരു പറ്റിപ്പ് പറ്റി. ഞാൻ മാഞ്ചോ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആയിപ്പോയി. ഏതാന്നൊരു ഐഡിയ ഇല്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അപ്പ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ആദ്യം അപ്പയുടെ ബർത്ത്ഡേ ആണ് ആഘോഷിച്ചത്. അപ്പ കേക്ക് മുറിച്ചു, അപ്പയും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു, പിന്നെ എനിക്ക് തന്നു. അപ്പ ഞാൻ ജോബിച്ചനെ വിളിച്ചിട്ട് വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഏട്ടനാണ് ഇപ്പോൾ ഫോൺ ഹാൻഡിൽ ചെയ്യണത്. ജോബിച്ചനും കാണണമെന്നുണ്ടാവുമല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു. ഫോണിലേക്ക് ഞങ്ങൾ കൊടുക്കണ പോലെയൊക്കെ കാണിച്ച്, ദൂരത്തിരിക്കുകയാണെങ്കിലും എല്ലാ പരിപാടിക്കും അവരും നമ്മളൊപ്പം വേണമല്ലോ. നമ്മുടെ കൂടെ ഒരു പരിപാടിക്ക് അവർക്ക് ഉണ്ടാകാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടം എത്രയായാലും ഉണ്ടാവും, കാരണം അവർ ദൂരത്താണ്. പക്ഷെ എങ്കിലും നമ്മളിങ്ങനെ നടത്തിയിരുന്നു അല്ലെങ്കിൽ കഴിച്ചിരുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നാണ് എൻ്റെ ഒരു താല്പര്യം. എല്ലാവർക്കും അങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല. അപ്പം എൻ്റേതായിട്ടുള്ള എല്ലാ പരിപാടികളിലും എൻ്റെ ഒരു കയ്യിൽ അങ്ങേരും ഉണ്ടാവാറുണ്ട് ഒരു ഇതൊക്കെ. അങ്ങനെ ഏട്ടനും ഏട്ടത്തിയാണ്. ഞാനും ജോബിച്ചനും നാട്ടിലുള്ളപ്പോഴായാലും അവരുടെ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന മക്കൾ ഇപ്പം ഏട്ടനും ഏട്ടത്തിയാണ്. ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടയ്ക്ക് അവരെ കാണാനും വയ്ക്കാനൊക്കെ ആയിട്ട് ഏട്ടനും ഓളും വരാറുണ്ട് വീട്ടിലൊക്കെ. ഞങ്ങളില്ലാത്തപ്പോൾ അവർ വരുന്നതൊക്കെ ഇവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്ക് ഞങ്ങളതിനെ അന്വേഷിക്കാൻ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇവരുടെ അടുത്ത് എത്രയായാലും. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ വളരെ പെട്ടെന്ന് തട്ടിക്കൂടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഞാൻ വരുന്നുണ്ടോ, എനിക്ക് വരാൻ പറ്റുമോ എന്നറിയില്ലല്ലോ, ഞാൻ വരുന്നുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നുള്ള രീതിക്കായിരുന്നു. കാരണം വെഡ്ഡിങ് ഡേയുടെ അന്ന് അവർ ചെറുതായിട്ട് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇതിൽപ്പെട്ടിട്ടുള്ള മഞ്ഞ ഡ്രസ്സ് മമ്മ എടുത്തു കൊടുത്തതാണ്. രണ്ടുപേരുടെയും ബർത്ത്ഡേ മാസമായ കാരണം രണ്ടുപേരുടെ വെഡ്ഡിങ് ഡേ ഗിഫ്റ്റും രണ്ടുപേർക്കും ഡ്രസ്സ് ബർത്ത്ഡേക്കും കൂടിയിട്ടാണ് അവളുടെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ട്രിപ്പ് കഴിയട്ടെ. അവര് നമ്മൾ അടി ചെയ്യാ. ഇതിലേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഷുഗർ ഉള്ളതാണെന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയ രീതിക്കുള്ള ഫങ്ഷൻസിനൊക്കെയാണ് ഇങ്ങനെ മധുരം കഴിക്കാറുള്ളതാണ്.
എൻ്റെ ഫാമിലിക്ക് അല്ലാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഹസ്ബൻഡ് സിംഗിൾ ചൈൽഡാണ്, ആൾക്ക് സിബ്ലിങ്സും കാര്യങ്ങളൊന്നുമില്ല, ഒറ്റക്കുട്ടിയാണ്. അതേപോലെ തന്നെ ഏട്ടൻ്റെ വൈഫായിട്ട് വന്നിട്ടുള്ള ആളും അപ്പനും അമ്മയ്ക്കും ഒരേ മകളാണ്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ കുട്ടികളായിട്ട് ഞങ്ങൾ 4 പേര് തന്നെയുള്ളൂ. പിന്നെ ഇവർ 3 പേരുമാണ് ഞങ്ങളുടെ അപ്പനമ്മമാർ. അങ്ങനെ കരുതാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ 3 അപ്പനമ്മമാർക്കും കൊടുക്കലും വെക്കലും ഒക്കെ ആയിട്ട് അത് ഞങ്ങളും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ തല്ലായിരുന്നു. എല്ലാവർക്കും അവൻ കൊടുക്കുമ്പോൾ അവൾ നേരെ കയറി ഞാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടി തല്ലായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഫംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ വീട്ടിൽ തന്നെയാണ് ഫുഡൊക്കെ വെച്ചത്. ചോറും കറികളൊക്കെ തന്നെയായിരുന്നു. ചിക്കൻ വറുത്തതും ബീഫ് റോസ്റ്റും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ക്യാബേജും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡായിരുന്നു. ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഊണായിരുന്നു. അതിന് ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു.